ക്യാമ്പിൻ്റെ അവസാനഘട്ടമായ സമാപന സമ്മേളനമാണ്. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത നിർവഹിക്കുന്നത് കവിയും മാധ്യമപ്രവർത്തകനുമായ ജോസൽ സെബാസ്റ്റ്യനാണ്. ജോസൽ സെബാസ്റ്റ്യനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആവിഷ്കാരത്തിൻ്റെ ഭിന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന പ്രതിഭാശാലി, നടൻ, എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ആദരണീയനായ ശ്രീ വി കെ ശ്രീരാമൻ സാറിനെ സ്നേഹപൂർവ്വം സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രാവുണ്ണി മാഷ്, ബിജു മാഷ്, ഈ ചടങ്ങിൽ നന്ദി പറയുന്നതിന് നമ്മുടെ വിധയുടെ കൺവീനറായ ഗീത ടീച്ചർ, ഇവരെയെല്ലാം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു വലിയ വേദിയിൽ വലിയൊരു പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഈ നിമിഷം വരെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായും കാവ്യശിഖയുടെ നേതൃത്വമായ, അതുപോലെ തന്നെ ഏകദേശം ഒരു 2005 കാലഘട്ടം മുതൽ വളരെ പരിചിതമായ, സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട രാവുണ്ണി മാഷിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ അധ്യക്ഷ പദവിയിൽ ഞാൻ നിൽക്കുന്നത്. നോട്ടീസിൽ എനിക്കറിയാം അധ്യക്ഷ സ്ഥാനത്ത് രാവുണ്ണി മാഷാണ്. ആ സ്ഥാനം നീക്കി വെച്ച് എന്നെ ഈ നിമിഷം ഈ വേദിയിൽ അധ്യക്ഷ പദവിയിലേക്ക് ചേർത്ത് പിടിക്കുന്നതിലുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹം വളരെ സ്നേഹത്തോടുകൂടി നെഞ്ചോട് ചേർക്കുകയാണ്. തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 2007 എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുമ്പോൾ അന്ന് ഇടുക്കി ജില്ലയിൽ ഇന്നുള്ളതുപോലെ സാഹിത്യ കൂട്ടായ്മകളില്ല, ചേർത്ത് പിടിക്കലുകളില്ല, എന്നുള്ളതുപോലെ ഫേസ്ബുക്കില്ല, വാട്സാപ്പുകളില്ല. അവനെന്തോ വട്ടെഴുതി വച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തകം കൊണ്ട് തന്നെ പൂർണ്ണമായി എഴുത്തിൽ നിന്ന് വിട്ടുപോയി 13 വർഷം ബിസിനസ് ജീവിതം നടത്തിയ വ്യക്തിയാണ്. 2019 ഒക്ടോബറിലാണ് ശാരി ശിവദത്ത് എന്ന് പറയുന്ന കോളേജിൽ ജൂനിയറായി പഠിച്ചിരുന്ന ശാരി ശിവദത്ത് എന്നോട് ചോദിക്കുന്നു, ജോസലിയാടൻ എന്താ ഇപ്പോൾ കവിതയൊന്നും എഴുതാത്ത? അപ്പോൾ ഞാൻ പറയും, നമ്മുടെ ബിസിനസ്സുകാരനാണ്, തലയ്ക്കകത്ത് ലാഭം നഷ്ടം അതിൻ്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ, അക്ഷരങ്ങളൊക്കെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല ജോസലിയാടൻ, എഴുതാൻ പറ്റും, നിങ്ങൾ പ്രസാധകരെ ഞാൻ ഉണ്ടാക്കിക്കോളാം, പുസ്തകം വിറ്റുപോയില്ലെങ്കിൽ പെരുമ്പാവൂർ ടൗണിൽ കൂടി തലച്ചമുടായിട്ട് വിറ്റ് ഞാനത് തീർത്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ച് എന്നെ വീണ്ടും എഴുത്തിലേക്ക് കൊണ്ടുവന്നത് അന്ന് കോളേജിൽ ജൂനിയറായി പഠിക്കുന്ന ശാരി ശിവദത്താണ്. ഇതുപോലെ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ശാരിയെ ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ശാരിയുടെ ആ നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വീണ്ടും എഴുത്തിലേക്ക് വരില്ല. ശാരി അന്ന് സാപ്പിയൻസ് ലിറ്ററേച്ചറോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പക്ഷേ അത് പാപ്പാത്തി പുസ്തകങ്ങളാണ് ആ പുസ്തകം ചെയ്തത്. വീണ്ടും അതിന് ശേഷമാണ് തുടർച്ച ഉണ്ടാകുന്നത്, കവിതയിൽ കൂടുതൽ വായനയുണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചേർത്ത് പിടിക്കലുകളുണ്ട്. ആ കാലഘട്ടത്തിലാണ് അശോകൻ മറയൂരിന് ഇടുക്കിയിൽ നിന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡ് കിട്ടുന്നത്. ആ അവസരത്തിൽ അശോകൻ മറയൂരിൻ്റെ കവിത ചോദിച്ചിട്ടാണ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ നിന്ന് അശോകനെ വിളിക്കുന്നത്. എനിക്കു ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും. അപ്പോൾ അന്ന് അശോകൻ മറയൂർ മാധ്യമത്തിൻ്റെ കവിതാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ബിജുരാജ് മാഷിനോട് പറഞ്ഞത്, മാഷെ, ഞാൻ മാത്രമല്ല ഇടുക്കിയിൽ കവിത എഴുതുന്നത്, എത്ര പേർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും? അതാണ് അശോകനെ പോലെയുള്ള ഗോത്രവർഗ ആദിവാസി വിഭാഗത്തിൽ നിന്ന് എഴുതി വന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡ് കിട്ടിയ അശോകൻ മറയൂരിൻ്റെ കവിത ചോദിച്ച് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ നിന്ന് വിളിക്കുമ്പോൾ അശോകൻ മറയൂർ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ ആരൊക്കെയാണ്? അവൾ പറഞ്ഞു, ജോസൽ സെബാസ്റ്റ്യൻ, റോബിൻ എഴുത്തുപുര, പ്രിൻസ് ഓബിലിൽ,
സുബിൻ അമ്പിത്തറ. ഈ ഇത്രയും പേരുടെ പേര് പറയും. അങ്ങനെയാണ് മാധ്യമ കാഴ്ചപ്പതിപ്പിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം വെളിവരുന്നത്. ഇന്ന് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന റോബിൻ എഴുത്തുപുരയുടെ പുതിയ പുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ കവർ റിലീസ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് നടത്തിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇടുക്കിയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിൽ മണ്ടത്തരങ്ങൾ എഴുതുന്നവരാണ് എന്നൊക്കെ ഞങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് ഇടുക്കിയിൽ ഒരു സർഗ വസന്തം ഇങ്ങനെ പലരുടെയൊക്കെ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. പ്രിൻസ് ഓവിലിയുടെ 3ാമത്തെ പുസ്തകം, റോബിൻ എഴുത്തുപുരയുടെ DC ബുക്സിൻ്റെ പുസ്തകം, ഇപ്പോൾ സുബിൻ അമ്പിത്തറയുടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനാണ് ആശാൻ പുരസ്കാരം കിട്ടിയത്. അങ്ങനെ ഇടുക്കിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഇടുക്കിക്ക് വെളിയിലേക്ക് ഇടുക്കിയുടെ ശബ്ദം ഇടുക്കിക്കാരെയെല്ലാം കൊണ്ടുവരുന്നതിലൊരു ഭാഗമായിട്ടും കൂടിയാണ് കേരളത്തിൽ നടക്കുന്ന വിവിധ ക്യാമ്പുകളിൽ ഞാനടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നത്. ഈ ചേർത്ത് പിടിക്കലിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്നു. ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ സമ്മേളനം, സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമെല്ലാമായ ശ്രീരാമൻ മാഷിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, വാസ്തവത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് എന്നതിനെ പറ്റി എനിക്ക് വലിയ രൂപമുണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിൽ അത് അത്ര വിശദമായിട്ട് പറഞ്ഞതുമില്ല. സാഹിത്യ സംബന്ധമായിട്ടുള്ള ഞാൻ വിചാരിച്ചത് സ്റ്റുഡൻസിൻ്റെ ക്യാമ്പായിരിക്കും, അങ്ങനെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല മനസ്സിലായി. എന്തായാലും ഇപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് ഞങ്ങളൊക്കെ ഈ 3 ദിവസമായിട്ട് ഇവിടെ പ്രധാനമായിട്ടും പുസ്തകങ്ങളെപ്പറ്റിയും കവിതാ, കഥ, അങ്ങനെയുള്ള സാഹിത്യത്തെ പറ്റിയൊക്കെയുള്ള ചർച്ചകളിലും ഒക്കെ ആയിട്ട് ആണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചില കൂട്ടായ്മകളിൽ നമ്മൾ വളരെ സർഗാത്മകമായിട്ടുള്ള ലോകത്തെപ്പറ്റി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ സന്തോഷം ഉള്ള കാര്യം തന്നെയാണ്. ഈ പുസ്തകങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നൊരു കാലത്താണ് ഇപ്പം ഉള്ളത്. പുസ്തകം പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ഭാഷാ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വിൽക്കുന്നതുമൊക്കെ കേരളത്തിലാണ്. അപ്പോൾ ഷാർജയിൽ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിൽ പോലും കൂടുതലും അവിടെ മലയാള പുസ്തകങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്, വിൽക്കുന്നത്, പ്രകാശനം ചെയ്യപ്പെടുന്നത് ഒക്കെ. അതൊരു നിലയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആൾക്കാർ കൂടി വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വായന കൂടുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമുണ്ട്. അത് ഓരോരുത്തരും എഴുതുകയാണ്, അവനെ പറ്റി എഴുതുകയാണ്, ഓർമ്മകൾ എഴുതുകയാണ്, അവനവൻ്റെ കഥകൾ എഴുതുകയാണ്, കവിതകൾ എഴുതുകയാണ്. പക്ഷേ നമ്മളെത്ര വായിക്കുന്നുണ്ട് എന്നുള്ളത് സംശയം എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരാദ്യം ചോദിക്കാൻ എൻ്റെ പുസ്തകം വായിച്ചു. മിക്കവാറും ആൾക്കാരൊക്കെ പുസ്തകം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളൊരു നോവൽ എഴുതിയിട്ട് കാണിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് ലോകത്തെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് നമുക്കൊരു 7 വയസ്സുകാരിയുടെ ഒരു പ്രശ്നം കാരണം അറിയാം. കാരണം ലോകത്തെപ്പറ്റി അറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ലോകവീക്ഷണം എന്തായിരിക്കും എന്നുള്ളത് എനിക്കത്
നോവൽ അധികം വായിക്കണമെന്നൊന്നും തോന്നിയില്ല. വായിച്ചപ്പോഴും എൻ്റെ ഒരു മുൻധാരണ ഏതാണ്ടൊക്കെ ശരിയായിരുന്നു. ഈ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഒരു ജീവിതം വിലങ്ങിയിട്ടുള്ള ഒരു ജീവിത പരിസരത്തിലൂടെയാണ് നമ്മളിപ്പോൾ മലയാളി കടന്നു പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മലയാളി വീട് വെക്കുന്നതിന് മുൻപ് വീട് വെക്കേണ്ട സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം 10 സെൻറ്റോ 20 സെൻറ്റോ ആണെങ്കിൽ പോലും അവിടെ ആദ്യം ആ സ്ഥലത്ത് മതിൽ കെട്ടുന്നു, പിന്നെ ഗേറ്റ് വെക്കുന്നു. അതിനുശേഷമാണ് വീട് എവിടെയാണ് വെക്കേണ്ടതെന്ന് തച്ചനെ വിളിച്ച് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ വീടും സമൂഹത്തെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ വേറെയാണ്, അല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കണം, സമൂഹം ഒരു അപകടമാണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സങ്കല്പം നമ്മുടെ മനുഷ്യാലയ ചന്ദ്രികയിൽ പുതിയതായിട്ട് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരാണ്, നമ്മുടെ കുട്ടികളൊന്നും വേറെ സ്ഥലത്തേക്ക് പോകരുത്, മറ്റു കുട്ടികളൊന്നും ഇങ്ങോട്ട് വരികയും ചെയ്യരുത് എന്നുള്ള നിലക്ക് ഒരുപക്ഷെ സമൂഹത്തിനെതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വീടുകളൊക്കെ മാറുന്നുണ്ട്. അത് അങ്ങനെയുള്ള ജീവിത പരിസരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എഴുത്തുകൾ എത്ര കണ്ട് സമൂഹത്തെ അറിഞ്ഞതാണ് എന്നുള്ളതിൽ നല്ല സംശയമുണ്ട്. അവർക്കെങ്ങനെ സമൂഹത്തെ അറിയാം? അവരെങ്ങനെയാണ് സമൂഹത്തെ അറിയുന്നത്? പത്രം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഉള്ള നവമാധ്യമങ്ങൾ വഴിയോ ഒക്കെയുള്ള ഒരു സമൂഹത്തെ അറിയലാണ്. ആ അറിയൽ എത്ര കണ്ട് ആഴത്തിലുള്ളതാണ് എന്നുള്ളത് നല്ല സംശയമുള്ള കാര്യമാണ്. 19 വയസ്സ് കഴിഞ്ഞപ്പോൾ മേരി റോയ് മകളോട് പറഞ്ഞു, ദയവായി വീട്ടിൽ പുറത്തു പോകാൻ പറഞ്ഞു, അരുന്ധതി റോയോട്. ബുക്കർ പ്രൈസ് നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അവർ സമർപ്പിച്ചിരിക്കുന്നത് അവരെ അമ്മ മേരി റോയ്ക്കാണ്. മേരി റോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെഴുതുന്നുണ്ട്, ടു മേരി റോയ് ഹൂ ഗ്രോ മീ അപ്പ്, who taught me to say excuse me before interrupting her in public, who loved me enough to let me go. എന്നെ പറഞ്ഞയക്കാൻ വേണ്ടി, പോകാൻ അനുവദിക്കാൻ വേണ്ടി മതിവരുവോളം സ്നേഹിച്ച അമ്മയ്ക്ക്. അതായത് 19 വയസ്സ് 20 വയസ്സായപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്മ മകളോട് പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഔട്ട്, ദയവായി പുറത്തു പോവുക, നിന്നെ തീറ്റിപ്പോറ്റാൻ ഇനി എനിക്ക് വയ്യ, നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം. കടമനിട്ടയുടെ കോഴിയിലൊക്കെ പറയില്ലേ, നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം, എൻ്റെ ജീവിതം കൊക്കോ, ദയവായി പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അരുന്ധതി എന്ന യുവതി. സാധാരണ പെൺകുട്ടികൾ 19 വയസ്സ് 20 വയസ്സൊക്കെ ആണെങ്കിൽ കെട്ടിക്കൊടുക്കലും കെട്ടിക്കൊണ്ടരലൊക്കെയാണ്, പെണ്ണായാൽ കെട്ടണം പ്രായപൂർത്തിയായാലും. പക്ഷേ ഈ അമ്മ മകളെ പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അരുന്ധതി റോയ് ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്നു. ഗോവയിലെ കടൽ തീരങ്ങൾ അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഊഹാപോഹം പറയുന്നതല്ല. ഗോവയിലെ കടൽ തീരത്ത് വിനോദസഞ്ചാരികൾ കുടിച്ച് വലിച്ചെറിഞ്ഞ ബീർ ബോട്ടിലുകൾ പെറുക്കി വിറ്റ് ജീവിച്ചിട്ടുണ്ട് കുറച്ചു കാലം. രാജമുന്ദ്രിയിലെ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടുള്ള പോട്ടർമാർക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഭിക്ഷക്കാർക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നാണ് അവർ ഇന്ത്യയെ അറിഞ്ഞത്. ആ അറിവിൽ നിന്നാണ് അരുന്ധതി റോയ് എന്ന ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടാവുന്നത്, സാഹിത്യകാരി ഉണ്ടാവുന്നത്. ആ അനുഭവത്തിൽ നിന്നാണ് അവർ എഴുതാൻ തുടങ്ങുന്നത്. നമുക്ക് അനുഭവങ്ങളില്ല, നമ്മുടെ പുതിയ ജനറേഷന് അനുഭവങ്ങളില്ല. അനുഭവങ്ങളൊക്കെ സങ്കല്പമാണ്. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മളുടെ ഒരു കണക്ക് കൂട്ടലാണ്. അത് നമുക്ക് നേരിട്ട് ആരും തൊട്ടും മണത്തും ഒന്നും ഉള്ള അനുഭവങ്ങളില്ല. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഉള്ള ആൾക്കാർക്ക് മാത്രമേ എഴുതാനുള്ള അവകാശമുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊന്നും എല്ലാവർക്കും എഴുതാം, എല്ലാവർക്കും എഴുതാം. പക്ഷേ ഈ എഴുത്തിൻ്റെ വേരുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് ആഴ്ന്നു ചെല്ലണമെങ്കിൽ സമൂഹത്തെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമാണ്. 23 വയസ്സുള്ള സമയത്ത് MT വാസുദേവൻ നായർക്ക്
നാലുകെട്ട് എന്ന നോവലിന് ഏറ്റവും നല്ല മലയാള നോവലിനുള്ള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് വൻമരങ്ങൾ തലയുയർത്തി നിന്നൊരു കാലമായിരുന്നു. ബഷീറുണ്ട്, എസ് കെ പൊറ്റക്കാടുണ്ട്, തകഴിയുണ്ട്, അങ്ങനെ പല വലിയ ആൾക്കാരൊക്കെ ഉള്ള ഒരു കാലത്താണ് ഈ ഒരു പയ്യൻ 23 വയസ്സുകാരനെ നമുക്ക് കണ്ടാൽ അറിയപ്പോൾ ഈ മോട്ടോർ സൈക്കിളിൻ്റെ മുകളിലൊക്കെ ഈ തലയൊക്കെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പയ്യനാണ്. അതുപോലത്തെ അല്ല, മെലിഞ്ഞ് ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, വളരെ 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 ശോഷിച്ചൊരു ശരീരമായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല നോവലിനുള്ള ഈ അവാർഡ് അയാൾക്ക് കിട്ടുമ്പോൾ അയാൾ ജീവിച്ച ആ ഗ്രാമത്തിൻ്റെ കഥ, ആ ഗ്രാമത്തിൽ അയാൾ ജീവിച്ചതാണ്. വെള്ളത്തിൽ മത്സ്യം എന്ന പോലെ സ്വന്തം ഗ്രാമത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എഴുതിയിട്ടുള്ള കഥയാണ്. അതിൻ്റെ 50-ാം വർഷം കേരള സാഹിത്യ അക്കാദമി ആഘോഷിക്കുമ്പോൾ രാവണി ആ ഒരു ആഘോഷ സമിതിയുടെ ചെയർമാനായിരുന്നു. പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ രാവണിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് ഞാൻ ഈ നാലുകെട്ട് വീണ്ടും വായിക്കുകയും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് തോന്നിയത് എനിക്ക്. കാരണം നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡോക്യുമെൻ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലൊരു പലതവണ പോയി. അപ്പോൾ മനസ്സിലായൊരു കാര്യം, 137ഓളം കഥാപാത്രങ്ങൾ നാലുകെട്ടിനകത്തുണ്ട്. ഈ 137 ആളും 136 ആളും യഥാർത്ഥത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ പേരൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത്. പേര് വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ കോവിലൻ, ഈ നാട്ടുകാരനായിട്ടുള്ള കോവിലൻ തട്ടകം എഴുതുമ്പോൾ കണ്ടാണിശ്ശേരിയുടെ പേര് മുപ്പലശ്ശേരി എന്നായിരുന്നു. പേര് മാറ്റി. പക്ഷേ കൂടല്ലൂർ തന്നെ എഴുതി, കോന്തുണ്ണി നായർ എന്ന് എഴുതി, സൈതാലിക്കുട്ടി എന്ന് എഴുതി, മുത്താശ്ശി എന്ന് എഴുതി. ആ തരം ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ പേരുകളും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നാണെങ്കിൽ പോലീസിൽ അല്ല കോടതിയിൽ ചിലപ്പോൾ ഡിഫോർമേഷൻ കേസ് വരും. കാരണം സൈതാലിക്കുട്ടി കോന്തുണ്ണി നായർക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരു കേസ് കൂടുതലൊരു നിലവിലുണ്ടായിരുന്നു. പക്ഷെ അതിനെ അയാൾ ശിക്ഷിച്ചിട്ടില്ല. അയാൾ നാടുവിടുക ചെയ്തു. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ്. അപ്പോൾ അയാളുടെ മകൻ്റെ മകനെ, അയാളുടെ പേര് സൈതാലിക്കുട്ടി എന്നാണ്, പ്രവാസ സംഘത്തിൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ കണ്ടു, ചോദിച്ചു, നിങ്ങളുടെ വല്യപ്പ, ഉപ്പാടെ ഉപ്പ ഈ പരിപാടിയൊക്കെ ഉള്ള ആളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പെട്ടെന്ന് എന്ത് പരിപാടി? അല്ല, ആൾക്കാരെ വിരുന്നിന് വിളിക്കുക, എന്നിട്ട് വിഷം കൊടുത്ത് കൊല്ലുക. അയാളുടെ കണ്ണ് നിറഞ്ഞു. എന്താ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അങ്ങനൊരു ഒരു കിംവദന്തി ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ വിശ്വാസം. അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ഈ കേസിൽ പെട്ടിട്ടുണ്ട് മൂട്ടിൽ. അപ്പം എന്താ ചെയ്യുക, അങ്ങനെ ഒരു നോവലിൽ എഴുതിപ്പോയി. അതും വളരെ പ്രസിദ്ധമായിട്ടുള്ള നോവലിൽ എഴുതിപ്പോയി. പന്നിക്കഴാക്കൽ എന്നാണ് അവരുടെ തറവാട്ട് പേര്. ആ ഒരു ചോദ്യം അയാളെ വല്ലാതെ ഒലച്ചു കളഞ്ഞു. എന്നിരുന്നാൽ പോലും ആ ഗ്രാമത്തിലെ മനുഷ്യരെ, അവരുടെ കഥകളെ, അവരുടെ ജീവിതത്തെ MT വാസുദേവൻ നായർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവസാനം തിരഞ്ഞെടുത്ത കഥകളുടെ തുടക്കത്തിൽ എഴുതുന്നുണ്ട്, അറിയാത്ത മഹാത്ഭുതങ്ങളെ ഹൃദയത്തിൽ പേറുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ അറിയുന്ന ചെറിയ നീള നദിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ നമ്മുടെ ഗ്രാമത്തെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന പരിസരത്തെ, അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ അവരറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ അടിസ്ഥാനം. അതാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആദ്യത്തെ ചുവട് എന്ന് എനിക്ക് തോന്നുന്നു. സമൂഹം എന്ന് പറയുന്നത് ലോകം ഒന്നുമല്ല. നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ, നമ്മുടെ അയൽക്കാർ, നമ്മളെത്ര ആൾക്കാർക്ക് നമ്മുടെ അയൽക്കാരുടെ, നമ്മുടെ കുട്ടികൾക്ക് അയൽക്കാരെ അറിയാം. നമ്മുടെ മുകളിൽ താമസിക്കുന്ന, താഴത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാന്നറിയാത്ത ഫ്ലാറ്റുകളുണ്ട്. ഇപ്പം എൻ്റെ മകളുടെ മകളുണ്ട്, താര എന്നാണ് അവളുടെ പേര്. അവൾ
4 വയസ്സാണ്. അവൾക്ക് ആ കൂടിയിട്ട് അടുത്ത ഫ്ലാറ്റിലൊരു കുട്ടീനെ അറിയാം, ഒരു വീട്ടിലറിയാം. അവിടേക്ക് എപ്പോഴും പോകണമെന്ന് പറഞ്ഞു. രാത്രി 11 മണിയായാലും അവിടേക്ക് വന്നാലും വീണ്ടും പോകണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ കുട്ടികൾക്കൊക്കെ ഈ അയൽ വീടുകൾ വളരെ ബന്ധമുള്ളത്. ആ അയൽ വീടുകൾ നമുക്ക് കുട്ടികൾക്ക് വിലങ്ങി കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അയൽ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീടില്ല. നമ്മളുടെ വീടാണ്, പിന്നെ നമ്മളെ കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളാണ്, പിന്നെ നമ്മൾ സ്കൂളിലുള്ള കുട്ടികളാണ് നമ്മുടെ അയൽക്കാർ. മറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മണ്ണിൽ നമുക്ക് അയൽക്കാരില്ല എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ സമൂഹം വളരുന്നത്. ആ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള അതിലൂടെയാണ് ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത്, അവനവനിലേക്ക് തന്നെ തിരിയുന്നത്. കുട്ടികൾ എന്നും ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ സെൽഫിയുടെ ലോകത്തേക്ക്, അല്ലെങ്കിൽ ഈ ആത്മരതിയുടെ ലോകത്തിലേക്ക്, ആത്മാനുരാഗത്തിൻ്റെ ലോകത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അധികം നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കണ്ടാൽ എല്ലാവരും അവനവനെ പറ്റിയിട്ടാണ് അധികം പറയുക. സ്വന്തം ചിത്രം പ്രദർശിപ്പിക്കുന്നു, അതിൻ്റെ വരുന്ന ലൈക്കുകൾ കണ്ടിട്ട് സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് അങ്ങേപ്പുറത്ത് വേറെ മനുഷ്യരുണ്ട്. അവരെ പറ്റിയിട്ടുള്ള അവരുടെ ചിത്രങ്ങൾ, അവരുടെ ജീവിതം എന്താണ്, അതിനെ പറ്റിയിട്ട് നമ്മൾ അവെയറല്ല. നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതം. റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ പറയുന്നുണ്ട്, the predominant quality to be expected in a successful gene is ruthless selfishness. ഈ ലോകത്തെ കീഴടക്കിയതൊക്കെ മനുഷ്യനാണെന്ന് പറയും. മനുഷ്യൻ്റെ ഭൂമിയാണല്ലോ അത്. കാക്കയുടെ ഭൂമിയല്ല, മയിലിൻ്റെ ഭൂമിയല്ല, കുയിലിൻ്റെ ഭൂമിയല്ല, അണ്ണാൻ്റെ ഭൂമിയല്ല, പെരിച്ചാഴിയുടെ ഭൂമിയല്ല. ഇത് മനുഷ്യൻ്റെ ഭൂമിയാണ് എന്ന് മനുഷ്യൻ പറഞ്ഞു. ബാക്കിയുള്ളതിനൊക്കെ കീഴടക്കി എന്നാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ളതിനൊക്കെ കീഴടക്കി നമ്മൾ ആധിപത്യം സ്ഥാപിച്ചു. എൻ്റെ ഭൂമി എന്ന് പറയും. എൻ്റെ ഭൂമിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരു കരിമ്പനയുടെ വിത്ത് വീണ് അത് മുളച്ചാൽ നമ്മളത് വെട്ടിക്കളയുന്നു. കാരണം കരിമ്പന നമുക്ക് ആവശ്യമില്ല, നമുക്ക് തെങ്ങാണ് ആവശ്യം. അതിൻ്റെ മുകളിൽ നിന്നാണ് പണം കിട്ടുക. കരിമ്പന എന്തിനാ? അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ വെട്ടിക്കളയുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭൂമിയെ നമ്മൾ കരുപിടിപ്പിക്കുന്നത്, നമ്മുടെ ലോകത്തെ നമ്മൾ കരുപിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മളോടായിട്ട് വരുന്നു, നമ്മളോടായിട്ട് ചുരുങ്ങുന്നു. അങ്ങനെയുള്ളൊരു ഭീകര ലോകത്തിലാണ് നമ്മൾ. അതിനോടുള്ള ഒരു ചെറുത്തുനിൽപ്പോ ഒരു പ്രതിരോധമോ ആയിരിക്കും എഴുത്തുകാരൻ്റെ എഴുത്തുകൾ എന്ന് കവിതയായാലും കഥയായാലും ഞാൻ കരുതുന്നു. നമുക്ക് മറ്റുള്ള ലോകത്തെ അറിയാൻ പറ്റണം, മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടാവണം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപരനോടുള്ള സ്നേഹം, അപരപ്രിയത്വം അതുണ്ടാവുക എന്നുള്ളത് എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈയിടെ എൻ്റെ ഒരു പെൺ സുഹൃത്ത്, അവരെല്ലാ ദിവസവും അവരുടെ FB വാളിൽ അവരുടെ ഫോട്ടോ ഇടും. അവർ പലതരത്തിലുള്ള ഫോട്ടോ ഇടും, പലതരം സാരികൾ ഉടുക്കും. അതിന് പലതരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും, പാട്ടുകളുണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, വേറെ ഒന്നുമില്ലേ മോളെ ലോകത്തിൽ, ജീവിതത്തിൽ? അപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രീമഠ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ ജീവിതം ഞാൻ വളരെ ഒരു തടങ്കലിൽ ആയിപ്പോയ ഒരാളാണ്. എൻ്റെ മകനാണെങ്കിൽ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അവനിപ്പോൾ ഒരു 10-12 വയസ്സാവാനാണ് പോകുന്നത്. അവന് ഓട്ടിസ്റ്റിക്കാണ്. അവൻ്റെ അച്ഛൻ പുറത്താണ്. എനിക്ക് അവൾക്ക് ഡിഗ്രി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവൾക്ക് ജോലിക്ക് പോകാൻ നിർത്തില്ല. ഈ കൊച്ചിനെ നോക്കാൻ ആളില്ല. ഈ കൊച്ചിനെ ഓർത്തിട്ട് അവളുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ഭർത്താവിനാണെങ്കിൽ ഈ കൊച്ചിനെ പ്രസവിച്ചത് നീയാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് ഭർത്താവ് പറയുന്നത്. ശരിയാണല്ലോ, അവളാണ് ആ കൊച്ചിനെ പ്രസവിച്ചത്, അവളാണ് അതിൻ്റെ ഉത്തരവാദി. അപ്പം നീ അനുഭവിക്കുക എന്നാണ്. അപ്പം എനിക്ക് ആകെ കൂടിയിട്ടുള്ളത്, ശ്രീരാമേട്ട എൻ്റെ ഫോട്ടോ ഇടുക, അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ നന്നായിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു ആശ്വാസം. അത്രയേ ഉള്ളൂ. എനിക്ക് ഏറ്റവും മനസ്സിന് വിഷമമുള്ള സമയത്ത് ഞാൻ ഉടനെ ചെയ്യുക, ഒരു സാരി മാറ്റിയിട്ട് ഒരു സെൽഫി FB-യിൽ പോസ്റ്റ് ചെയ്യലാണ്. തിരക്കില്ല. എനിക്ക് ആശ്വാസം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ലഭിക്കുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ തിരിച്ചെടുക്കുന്നു. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ്, അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകുമ്പോഴാണ്, ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ
യഥാർത്ഥത്തിൽ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മതസ്ഥാപകന്മാരായാലും, ഇപ്പോൾ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു റിപ്പോർട്ടുണ്ട്, അദ്ദേഹം വീട്ടിലായിരുന്നില്ല അധിക സമയം, വീട്ടിന് പുറത്തായിരുന്നു. എപ്പോഴും നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ്, നാട്ടിലത്തെ പ്രശ്നങ്ങളാണ്, ഏത് സമയത്തും അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ ഇപ്പോൾ ആദ്യം കച്ചവടക്കാരനായിരുന്നു, അതിൻ്റെ നിന്ന് അദ്ദേഹം മാറി എല്ലാ സമയത്തും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ജീവിതമായിരുന്നു മുഹമ്മദ് നബിയുടെ. അദ്ദേഹം സ്വന്തം ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കി അല്ലെങ്കിൽ എത്ര കൂട്ടണം, എങ്ങനെ കൂട്ടണം, അങ്ങനെ കണക്കൂട്ടി, അല്ലെങ്കിൽ ഇത്ര മക്കളെ കെട്ടിക്കണം, അങ്ങനെ ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. എപ്പോഴും മരിക്കുന്ന സമയത്ത് കൂടി പറഞ്ഞു, ഭാര്യയോടെ മറ്റും ചോദിക്കുന്നുണ്ട്, എൻ്റെ പേരിലുള്ള എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാം സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞില്ലേ, കൊടുത്തു. അപ്പോൾ ഈ അദ്ദേഹത്തിന് തലയണ കീഴിലോ മറ്റോ എത്രയോ ദിനാറ് അതിൻ്റെ നാണയങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പോൾ അതുണ്ട്, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതിൻ്റെ ഉടമസ്ഥനായിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണോ, അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ചോദിച്ചു. അതും എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൈകൾ ശുദ്ധമാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയത്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, മക്കളുടെ മക്കൾക്കും സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നത് ഒരൊറ്റ പൈസ വേറെ ഒരു നായിൻ്റെ മക്കൾക്കും കൊടുക്കരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിതത്തെ, ദിസ് ഡ്വാർഫിഷ് ലൈഫ് വി ക്യാൻ ഇല്യൂം വിത്ത് എ പ്രോഫിറ്റ് സൈറ്റ്സ്. ഈ ഒരു ചെറിയ ജീവിതത്തെ ഒരു പ്രവാചകൻ്റെ കാഴ്ചപ്പാടോടുകൂടി പ്രകാശമാനമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായിരിക്കണം. ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ ആർജിക്കുന്നതാണ്. അത് നമ്മളെ നെഞ്ചത്ത് തപ്പിയാൽ കിട്ടുന്നതല്ല. അപ്പോൾ അത് നമ്മൾക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള സ്നേഹം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മദർ തെരേസയൊക്കെ അവിടുന്ന് കപ്പലിൽ കയറ്റി കൊടുത്തിട്ടൊന്നല്ല സ്നേഹം സപ്ലൈ ചെയ്തിരുന്നത്. ആ ഒരു ചെറിയ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള സ്നേഹം അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും കഴിയും. പക്ഷെ നമ്മൾ എന്തിനാ വെറുതെ ചിലവാക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു ചിരി പോലും ഒരു സുഹൃത്തിനോട് നമ്മൾ പിശുക്കി വെക്കുന്നു. കാരണം വെറുതെ ഈ ചുണ്ടിൻ്റെ മസിൽസൊക്കെ അങ്ങനെ വലിച്ചു നീട്ടുന്നതിനാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ഏതോ നഷ്ടക്കച്ചവടത്തിൽ കപ്പൽ പൊളിഞ്ഞ ആളുടെ പോലെ മരിച്ചു പോകുന്നു. ആ കിടപ്പ് കണ്ടാലാണ് എനിക്കൊക്കെ പലപ്പോഴും ഞാൻ ഈ മരണവീടുകളിലേക്കൊക്കെ പോകാണ്ട് പല മരിച്ചവരും കണ്ടെങ്കിൽ ചിരി വരാറുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും ഒരു ഹൃദയമില്ലാത്തവനാണെന്ന് പറയും എന്നുള്ള നിലക്കാണ് ഞാൻ അധികം മരണവീടുകളിലേക്കൊന്നും പോവാത്തത്. കാരണം അതുവരെ ജീവിച്ചവരുടെ ജീവിതമാണ് നമ്മൾ ആലോചിക്കുക. അപൂർവം ചില ആൾക്കാരാണ് ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ടാവുക. സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിലും നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കാറൽ മാർക്സിനെ സ്നേഹിക്കും. കാറൽ മാർക്സ് വലിയ ആളാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്, അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണെന്നൊക്കെ പറയും. 1846 ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. അന്ന് ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ചെറിയ ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ ജോലി ചെയ്താൽ സുഖമായിട്ട് ജീവിക്കാം. ഭാര്യ, കാറ്, സൗകര്യങ്ങൾ, തണ്ടർ ബോൾട്ട്, പിക്നിക്ക്, ഊട്ടിയിൽ പോവാം, കുളു മണാലിയിൽ പോയിട്ട് കുളിക്കാം, അങ്ങനെ പല 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 പരിപാടികളും ചെയ്യാം. അതൊന്നും ചെയ്യാതെ അദ്ദേഹം നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കാരണം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മാറി. ഇംഗ്ലണ്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് ദാസ് ക്യാപിറ്റൽ എഴുതുന്നത്. ദാസ് ക്യാപിറ്റൽ എഴുതുമ്പോൾ അവിടെ വെച്ചിട്ടൊരു കുട്ടി മരിച്ചു പോകുന്നുണ്ട്, ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ശവശരീരം മടിയിൽ വെച്ചുകൊണ്ട് മാർക്സ് കരയുന്നുണ്ട്. അങ്ങനെ കരയുന്ന ആളല്ല, കണ്ണീരൊക്കെ ഇങ്ങനെ വന്നത്. അതെന്താ കണ്ണീര് കൊണ്ടെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ക്രിമേഷന് വേണ്ട കാശ് അപ്പൻ്റെ കയ്യിലില്ല. അവിടെ ഇംഗ്ലണ്ടിൽ കുട്ടികളെ ഇങ്ങനെ ഒരു ക്രിമേഷനൊക്കെ നടത്തണമെങ്കിൽ അത്യാവശ്യം ശവപ്പെട്ടി മേടിക്കാനുള്ള കാശ് വേണം, അതില്ല കയ്യിൽ. അപ്പം അദ്ദേഹം ആ കഷ്ടപ്പെടുന്നവരുടെ, അധ്വാനിക്കുന്നവരുടെ
ഏറ്റവും ദൈന്യ ജീവിതം നയിക്കുന്നവരുടെ മോചനത്തിന് വേണ്ടിയുള്ള പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം വീട്ടിലെ സ്ഥിതി. പലപ്പോഴും ഒരിക്കൽ ജെന്നിഫർ എഴുതുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്തുണ്ട്. വളരെ ഹൃദയഭേദകമാണ് ആ കത്ത്. ഇന്നലത്തെ പോലെ ഞാൻ ഒരു സ്ത്രീക്കും ഇന്നലത്തെ എൻ്റെ രാത്രി പോലത്തെ ഒരു ജീവിതം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ആമേൻ വന്ന് ജപ്തി ചെയ്തുകൊണ്ടുപോയി. പലചരക്ക് പീടികയിൽ കാശ് കൊടുക്കേണ്ട അരി സാമാനം ചില്ലാനും വാങ്ങിച്ചതിൻ്റെ പൈസ കൊടുക്കാല്ലാതെ സാധനങ്ങളൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വരെ അവരെടുത്തുകൊണ്ടുപോയി. മാർസിൻ്റെ ഒരു പഴയ കോട്ടിൽ കിടത്തിയിട്ടാണ് ഞാൻ താഴെയുള്ള കുഞ്ഞിനെ ഇപ്പം മടിയിൽ വെച്ചിട്ടാണ് നിനക്ക് എഴുതുന്നത്. ഒരു ഭാര്യയ്ക്കും ഇങ്ങനൊരു വിധി വരാതിരിക്കട്ടെ. അപ്പം പല വ്യഞ്ജനക്കടയിൽ കൊടുക്കാൻ പൈസ ഇല്ല മനുഷ്യന്. ആ മനുഷ്യൻ ലോകത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ പ്രാന്താണ് കേൾക്കുന്നത്. 1946 ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. പല കോളേജുകളിലും വിളിക്കാം. ഇന്നിപ്പോൾ കോളേജുകളിൽ കയറാൻ ക്യൂ എന്താണ്, അതിൽ എത്ര ഡോക്ടറേറ്റ് വേണം, അല്ലെങ്കിൽ എന്താണ് സെറ്റ് പരീക്ഷ പാസ്സാവണം, നെറ്റ് പാസ്സാവണം, നെറ്റ് പാസ്സാവണം, അങ്ങനെ പാസ്സാവുന്നു പഠിക്കുന്നു എങ്ങനെയെങ്കിലും ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ മുന്നിൽ വേലിയൊന്നും ഇല്ലാത്ത കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകുന്നത് എന്തിനാണ് പഠിക്കാൻ? അപ്പോൾ എന്തിനായി പഠിക്കാൻ പോകുന്നതിനാണ് ജോലി കിട്ടാൻ. എന്തിനാണ് ജോലി കിട്ടുന്നത്? ജോലി കിട്ടിയാലും അതിൽ ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയിട്ട് ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ ദേഷ്യം പിടിക്കുക അവസരമാണ്. വേറെ ഒന്നിനുമല്ല പഠിക്കാൻ പോകുന്നത്, കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. അതിനപ്പുറത്ത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അവൻ ചിന്തിക്കരുതെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമുണ്ട്, അധ്യാപകർക്ക് നിർബന്ധമുണ്ട്, സമൂഹത്തിന് നിർബന്ധമുണ്ട്. നീ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. വേറൊരു അതിൻ്റെ അങ്ങേപ്പുറത്തേക്കുള്ള ഒരു ചിന്ത വരരുത്, നീയാണ് പ്രധാനം. ആ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ ലോകത്തിലാണ് നമ്മുടെ എഴുത്തുകൾ തഴയ്ക്കുന്നത്. നമ്മളാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു. അതിൻ്റെ അങ്ങേപ്പുറത്തൊരു ലോകം നമുക്കില്ല. ഇത് ഞാൻ മുഴുവനായിട്ട് പറയല്ല, പലർക്കും അതില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു 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 വായനയെ അല്ലെങ്കിൽ എഴുത്തിനെ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഞമനേക്കാട് എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ വീട് ചെറുത്താനിയാണ്, എൻ്റെ അടുത്താണ് ഞമനേക്കാട്. അപ്പോൾ ഞങ്ങളറിയുന്ന ഒരു പൊതു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേര് ബഷീറിനാണ്. മരിച്ചുപോയിപ്പോൾ. അപ്പോൾ ബഷീറിന് മക്കളൊക്കെ ഗൾഫിലാണ്, വലിയ വീട് ഒക്കെ ഉണ്ട്. റിട്ടയർഡാണ്, എൻ്റെ ഒക്കെ ക്ലാസ്മേറ്റ്. അപ്പോൾ ഷിഹാബുദ്ദീൻ്റെ ഫ്രണ്ടാണ്. അയാൾ എഴുതിക്കൊണ്ടിരിക്കും, പുസ്തകം ഇടയ്ക്കിടയ്ക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ബഷീർ ഞങ്ങളെക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം ഇടയ്ക്കിടയ്ക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഒരു ദിവസം നിർബന്ധിച്ചിട്ട് ഷിഹാബുദ്ദീൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഷിഹാബുദ്ദീൻ എന്നോട് പറഞ്ഞതാ, വിളിച്ചുകൊണ്ടുപോയി, ഇതാണ് സ്വീകരണമുറി, ഇത് വായനാമുറി അല്ല, ഇത് ബെഡ്റൂം, ഇത് അടുക്കള, ഇത് മറ്റേ റൂം, മറിച്ച റൂം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം മൂപ്പര് ഇതാണ് എൻ്റെ എഴുത്തുമുറി എന്ന് പറഞ്ഞിട്ടൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല റൂമാണ്. ആർക്കും എഴുത്ത് വന്നു പോകുന്ന തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെറുതെ ഇരുന്നാൽ മതി, എഴുതാൻ തുടങ്ങും. അമ്മാരൊരു എഴുത്തുമുറി. അത് കണ്ടപ്പോൾ ഷിഹാബുദ്ദീന് വളരെ ഇഷ്ടമായി. പിന്നെ തിരിച്ച് അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ബഷീറിനോട് ഷിഹാബുദ്ദീൻ ചോദിച്ചു, ഏതാണ് നിൻ്റെ വായനാമുറി എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മുറി ഇവിടെ ഇല്ലാതെ. അപ്പോൾ എഴുതൽ മാത്രമാണ് പരിപാടി, വായനല്ല. മൂപ്പര് എഴുതിയത് വേണമെങ്കിൽ വായിച്ചോ, വേറെ ഒരു പുസ്തകം അവന് വായിക്കാനുള്ള ഉത്തരവാദിത്വമില്ല. അത് നമുക്ക് ആർക്കുമില്ല, ആ ഉത്തരവാദിത്തമില്ല. നമ്മൾ എഴുതിയത് വായിക്കുക, വേണമെങ്കിൽ അത് വീണ്ടും വായിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എഴുതിയത് വായിക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതിയത് വായിക്കുക, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതിയത് വായിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ കോൾമയിൽ കൊള്ളുക. അങ്ങനെ ഒരു ജീവിതം. വിക്കേൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള സംഗതികൾ വായിക്കാറുണ്ടോ? മൂപ്പര് വല്ലപ്പോഴും തുറന്നു നോക്കി വായിക്കാറുണ്ടോ? അത് പ്രസിദ്ധീകരിച്ച് വന്നാൽ ഒന്ന് വായിച്ചു നോക്കും, പിന്നെ അങ്ങോട്ട് വെക്കും. പിന്നെ ജീവിതത്തിൽ അത് വായിക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ വായനയുണ്ട്. അതെന്തിനാണ് വായിക്കുന്നത്? അച്ചടി പശുക്കളുണ്ടോയെന്ന് നോക്കാനാണ്.
അത്രമാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അതാണ് കോൺഫിഡൻസ്, അതാണ് ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം അവനവൻ്റെ എഴുത്തിനെ പറ്റിയിട്ട്. ആ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ എഴുതുക, വീണ്ടും വീണ്ടും എഴുതുക. പക്ഷേ ഈ എഴുതുന്ന ഓരോ സമയത്തും നമ്മളൊരു കണ്ണ് ഈ സമൂഹത്തിന് നേരെ തുറന്നു വെക്കുക. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പുലരുന്നത് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. രാവുണ്ണി അധ്യക്ഷനോട് ഇയാളുടെ പ്രസംഗം നിർത്താൻ പറയുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷപൂർവ്വം ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടുള്ളൊരു കാര്യമായി. ഈ മരിക്കുന്നവരുടെ വായിൽ വെള്ളം കൊടുക്കണ പോലുള്ളൊരു പരിപാടിയാണ്. ഒരു പരിപാടി സാധാരണ പൊതുവായിട്ടുള്ള ഒരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ തിരക്കില്ല. ഇതിപ്പോൾ സമാപന സമ്മേളനത്തിന് എന്ത് ഉദ്ഘാടനം, എല്ലാവരും ഒരു ഒരു നെടുവീർപ്പ് അല്ലെങ്കിൽ ഒരു കോട്ടുവായ ഇതൊക്കെയാണ് സമാപന സമ്മേളനത്തിന് വേണ്ടത്. വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഇത്രയും എന്നെ ക്ഷണിച്ചതിന് കൊണ്ട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാരെ കിട്ടിയാൽ നമ്മൾ കൂടുതൽ വർത്തമാനം പറയാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി തന്നതിൽ രാവുണ്ണിയോട് പ്രത്യേകം നന്ദി. രാവുണ്ണി മാത്രമാണ് എന്നെ വിളിച്ചത്. എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു സാഹിത്യ ജീവിതം ആശംസിക്കുന്നു. എന്തായാലും ഞാൻ അത് പറയുന്നില്ല, ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.